മോഡേൺ ഡയഗ്നോസിസ് ആൻഡ് റിസർച്ച് സെന്റർ അവരുടെ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. കമ്പനിയെക്കുറിച്ച് നോക്കുവാണെങ്കിൽ കമ്പനി 2010 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ആൻഡ് ഹെൽത്ത് കെയർ ടെസ്റ്റുകളാണ്. ടെസ്റ്റുകൾ നോക്കുവാണെങ്കിൽ CT സ്കാന്, MRI സ്കാന്, ഡിജിറ്റൽ എക്സ്റേ, മാമോഗ്രഫി, ECG, PFT എന്നീ സർവീസുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ നമുക്ക് ഓൺലൈനിൽ കാണാനുള്ള അക്സസബിലിറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ വന്ന് സാമ്പിൾ സെലക്ട് ചെയ്യുന്നുണ്ട്. IPO ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇഷ്യൂ സൈസ് വരുന്നത് 37 കോടിയാണ്. IPO ടൈപ്പ് വരുന്ന SME ആണ്, അതായത് കമ്പനി ഒരു സ്മോൾ മീഡിയം എന്റർപ്രൈസ് ആണ്. മാർക്കറ്റ് ക്യാപ്പ് വരുന്ന 135 കോടിയാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 85 തൊട്ട് 90 രൂപ വരെയാണ്. BSEയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 77 കോടിയാണ്. ലോട്ട് സൈസ് വരുന്നത് 1600 ഷെയർസ് ആണ്. കമ്പനിയുടെ 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 17.69%. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2,72,000 രൂപയാണ്. പ്രീ അപ്ലൈ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് December 30-നാണ്. ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് December 31. ഇന്ന് മുതലാണ് ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഡിംഗ് എൻഡ് ചെയ്യുന്നത് January 2-നാണ്. അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് വരുന്നത് January 5-ആണ്. റിലീസ് ഓഫ് ഫണ്ട് ഡേറ്റ് വരുന്നത് January 6-ആണ്. ഡിമാർട്ട് ട്രാൻസ്ഫർ ഡേറ്റ് വരുന്നത് January 6 തന്നെയാണ്. കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത് January 7-നാണ്. നമുക്ക് കമ്പനിയുടെ 3 വർഷത്തെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഫസ്റ്റ് P&L സ്റ്റേറ്റ്മെന്റ് ഒന്ന് കണ്ടു നോക്കാം. കമ്പനി 2022 റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ എമൗണ്ട് വന്നിരിക്കുന്ന ലക്ഷത്തിലാണ്. ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കോടിയിലാണ്. 2022 കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് 60 കോടിയായിരുന്നു. അത് 2023 ആയപ്പോഴത്തേനും 56 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് 2024 ആയപ്പോഴത്തേനും 67 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2022 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2023 കുറഞ്ഞെങ്കിലും അത് 2024 കൂടിയതായിട്ട്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എബിറ്റ് നോക്കുവാണെങ്കിൽ 2022 1 കോടിയായിരുന്നു. അത് 2023 ആയപ്പോഴത്തേനും 5 കോടി നെഗറ്റീവാണ് നിൽക്കുന്നത്, ലോസ് ആയിട്ടാണ് 5 കോടി നിൽക്കുന്നത്. അത് 2024 ആയപ്പോഴത്തേനും 6 കോടിയായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് പാർട്ട് നോക്കുവാണെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 2022 1 കോടി ലോസ് ആണ് വന്നിരിക്കുന്നത്. 2023 5 കോടി ലോസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ 2024 ആയപ്പോഴത്തേനും 5 കോടി പ്രോഫിറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ EPS ഏണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ 2022 1.32 പൈസ നെഗറ്റീവാണ്. കാരണം എന്താണ്? എക്സ്പെൻസ് റവന്യൂക്കാളും കൂടിയാണ് നിൽക്കുന്നത്. നമ്മൾ കണ്ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റ് നെഗറ്റീവാണ് 2022 2023 വരുന്നത്. അതുകൊണ്ടാണ് EPS നെഗറ്റീവായിട്ട് കാണുന്നത്. അതുപോലെ 2023 5.21 പൈസ നെഗറ്റീവാണ് EPS വരുന്നത്. അത് 2024 ആയപ്പോഴത്തേനും 5.27 ആയിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ 3 വർഷത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ 2022 കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 3 കോടിയാണ് വരുന്നത്, പോസിറ്റീവാണ്. 2023 നോക്കുവാണെങ്കിൽ 2023 നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 1 കോടി നെഗറ്റീവാണ് വരുന്നത്. 2024 നോക്കുവാണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 7 കോടി പോസിറ്റീവാണ് വരുന്നത്. 2023 കമ്പനിക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 1 കോടി നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ 2022 5 കോടിയാണ് കമ്പനിയുടെ എക്സ്പാൻഷനൊക്കെ വേണ്ടി 5 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2023 കമ്പനി ഒന്നും ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ 2 കോടി പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. 2024 കമ്പനി 1 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ എക്സ്പാൻഷന് വേണ്ടി 1 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി 1 കോടി നെഗറ്റീവായിട്ട് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ 2022 4 കോടി പോസിറ്റീവാണ് വരുന്നത്. 2023 6 കോടി നെഗറ്റീവാണ് വരുന്നത്. 2024 3 കോടി പോസിറ്റീവാണ് വരുന്നത്. കമ്പനി ഓൾറെഡി ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. അപ്പോൾ 2012 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അപ്പം കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യും, അതായത് ഇക്വിറ്റി ഇഷ്യൂ ചെയ്തും അതുപോലെ തന്നെ IPO ഇഷ്യൂ ചെയ്ത് അതുപോലെ തന്നെ ബോൺസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നതുകൊണ്ടാണ് 2024 2022 പോസിറ്റീവായിട്ട് നിൽക്കുന്നത്.
കമ്പനി സെയിം സെക്ടറിലുള്ള കമ്പനിയായിട്ടും സെക്ടറിൽ ആവറേജുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 135 കോടിയാണ്. സെക്ടറിൽ ആവറേജ് എത്രയാണ് വരുന്നത്? 10,075 കോടിയാണ്. മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 1,01,245 കോടിയാണ്. അപ്പോളോ ഹോസ്പിറ്റൽ എന്റർപ്രൈസ് ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 1,05,5 കോടിയാണ്. ഫോർട്ടീസ് ഹെൽത്ത് കെയർ ലിമിറ്റഡിന്റെയോ 66,345 കോടിയാണ്. സെക്ടറിൽ ആവറേജ് വെച്ച് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് മാർക്കറ്റ് ക്യാപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കമ്പനി ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. 2012 സ്റ്റാർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ കമ്പാരിസൺ എടുത്തേക്കുന്ന കമ്പനി നോക്കുവാണെങ്കിൽ കമ്പനിക്ക് നല്ല രീതിയിൽ കമ്പാരബിളി നോക്കുമ്പോഴത്തേക്ക് ഈ കമ്പാരിസൺ എടുത്തേക്കുന്ന കമ്പനി നമ്മളിപ്പം സെലക്ട് ചെയ്ത കമ്പനിയും കൂടെ നോക്കുകയാണ്, IPO ഇഷ്യൂ ചെയ്ത കമ്പനിയും കൂടെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപ്പിൽ ഡിഫറൻസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റവന്യൂ പാറ്റും അതുപോലെ തന്നെ എല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് റവന്യൂ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ റവന്യൂ എത്രയാണ്? 77 കോടിയാണ്. സെക്ടറിൽ ആവറേജ് എത്രയാണ് വരുന്നത്? 810 കോടിയാണ്. മാസ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റഡിൻ്റെ എത്രയാണ്? 7,028 കോടിയാണ് റവന്യൂ വരുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽ എന്റർപ്രൈസ് ലിമിറ്റഡിൻ്റെയോ 21,794 കോടിയാണ് റവന്യൂ വരുന്നത്. അതുപോലെ ഫോർട്ടീസ് ഹെൽത്ത് കെയർ ലിമിറ്റഡിൻ്റെ 7,782 കോടിയാണ്. നമ്മൾ സെക്ടർ ആവറേജും അതുപോലെ തന്നെ കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിക്ക് റവന്യൂ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ നമ്മൾ 3 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേനും 2023 കമ്പാരിറ്റീവ്ലി റവന്യൂ പാറ്റും കുറവാണെങ്കിലും 2024 ആയപ്പോഴത്തേനും അത് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പാറ്റ് നോക്കുവാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ 8 കോടിയാണ് കമ്പനിയുടെ വരുന്നത്. സെക്ടറിൽ ആവറേജ് എത്രയാണ് വരുന്നത്? 87 കോടിയാണ് വരുന്നത്. മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റഡിൻ്റെ എത്രയാണ്? 1,075 കോടിയാണ്. അപ്പോളോ ഹോസ്പിറ്റൽ എന്റർപ്രൈസ് ലിമിറ്റഡിൻ്റെയോ 1,472 കോടിയാണ്. ഫോർട്ടീസ് ഹെൽത്ത് കെയർ ലിമിറ്റഡിൻ്റെയോ 809 കോടിയാണ്. പാറ്റ് നോക്കുവാണെങ്കിൽ സെക്ടറിൽ ആവറേജിനേക്കാളും നല്ല രീതിയിൽ കുറവാണ്. അതുപോലെ നമ്മൾ കമ്പാരിസൺ എടുത്തേക്കുന്ന കമ്പനിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കുറവാണ്. നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് ഓൾറെഡി കണ്ടതാണ്. നമുക്കിനി പി റേഷ്യോ കണ്ടു നോക്കാം. കമ്പനിയുടെ പി റേഷ്യോ എത്രയാണ് വരുന്നത്? 11 സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 55 മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റഡിൻ്റെ എത്രയാണ്? 75 വരുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽ എന്റർപ്രൈസ് ലിമിറ്റഡിൻ്റെയോ 60 വരുന്നത്. ഫോർട്ടീസ് ഹെൽത്ത് കെയർ ലിമിറ്റഡിൻ്റെയോ 65 വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സെക്ടറൽ ആവറേജിനേക്കാളും നല്ല രീതിയിൽ കുറവാണ് കമ്പനിയുടെ പി റേഷ്യോ. അതുപോലെ ഈ കമ്പനി അതിന് തൊട്ട് താഴെയുള്ള നമ്മൾ കമ്പാരിസൺ എടുത്തേക്കുന്ന 3 കമ്പനിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കമ്പനിക്ക് പി റേഷ്യോ കുറവാണ്. ഈ 3 കമ്പനികൾ വലിയ കമ്പനിയാണ്. അപ്പം പി റേഷ്യോയിൽ അതിൻ്റെതായ ഡിഫറൻസ് വരും. അപ്പം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കമ്പനിയുടെ ഷെയർ മേടിക്കാൻ സാധിക്കും. ഡി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് എന്തോരം കടമുണ്ടെന്ന് കാണാൻ സാധിക്കും. കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണ്? 1.07 സെക്ടറൽ ആവറേജ് എത്രയാണ് പറയുന്നത്? 0.40 മാസ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റഡിൻ്റെ 0.32 അപ്പോളോ ഹോസ്പിറ്റൽ എന്റർപ്രൈസ് ലിമിറ്റഡിൻ്റെ 0.96 ഫോർട്ടീസ് ഹെൽത്ത് കെയർ ലിമിറ്റഡിൻ്റെ 0.28 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്, അത് അതിൻ്റെ എക്സ്പാൻഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ രീതി കടം കൂടുതലായിരിക്കും. നമ്മൾ ഈ 3 കമ്പനി കമ്പാരിസൺ എടുത്തേക്കുന്ന കമ്പാരിറ്റീവ്ലി ലാർജ് സ്കെയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ കടത്തിൽ കുറവുണ്ട്. പക്ഷെ ഒരു ബിഗിനിങ് ആകുമ്പോഴത്തേനും തന്നെ അവർക്ക് കുറച്ച് കടം ഒരു തുടക്കത്തിൽ ഉള്ള കമ്പനിക്ക് ചെറിയ രീതി കടം കാണും. പക്ഷേ ഇതൊരു 1.07 വരുന്നുണ്ട്. ചെറിയ രീതി കൂടിയ കടം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. സെക്ടറൽ ആവറേജിനേക്കാളും കൂടുതലാണ്. നമ്മൾ കമ്പനി ഒന്ന് ഓവറോൾ സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കമ്പനി ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. 2012 സ്റ്റാർട്ട് ചെയ്ത് ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ 2022-2023 വർഷം നോക്കുവാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2022 നിന്ന് 2023 ആയപ്പോഴത്തേക്കും നമുക്ക് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ എബിറ്റ് നോക്കുവാണെങ്കിൽ 2022 2023 ആകുമ്പോഴത്തേക്കും കുറയുമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ പാറ്റ് നോക്കുവാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ 2022 2023 നെഗറ്റീവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ EPSും 2022 2023 നെഗറ്റീവ് ആണ് വരുന്നത്. കാരണം എക്സ്പെൻസ് റവന്യൂക്കാളും കുറവായതുകൊണ്ടാണ് എക്സ്പെൻസ് റവന്യൂവിനെക്കാട്ടിലും കൂടിയത് കൊണ്ടാണ് EPS നെഗറ്റീവ് ആകാനുള്ള കാരണം. അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ 2023 നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 2023 നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പം ഞാനിത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്.